ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖാണെന്നിരിക്കുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഞാൻ മംഗലാപുരം പോകുന്ന വീഡിയോ ആണ്. മംഗലാപുരം പോകുന്ന വീഡിയോ നിങ്ങൾ തന്നെ കണ്ടു മടുത്തായിരിക്കും അല്ലേ. ഇപ്പം അധികം ഞാൻ പോകുന്ന സമയത്തൊക്കെ ഞാൻ വീഡിയോ ഇടാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടില്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് കണ്ടോട്ടോ, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കാണാം. പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യട്ടോ. ഞങ്ങൾ പോയത് കണ്ടവർ റെയിൽവേ സ്റ്റേഷനിലേക്ക്. അപ്പോൾ രാവിലെ ഷാമിൻ്റെ സംഭവം അങ്ങനെ കേട്ടോ. 1.5 മണിക്കൂർ മുന്നേ നമ്മൾ വന്നിന്. അപ്പം നമ്മൾ ചായയൊക്കെ കുടിച്ചു. കണ്ണാവരത്തുനിന്നാണ് കേട്ടോ ചായ കുടിച്ചത്. സീനു ഉണ്ടായിരുന്നു. സീനുവൊക്കെ ഞങ്ങൾ കൊണ്ടുവിടാൻ വന്നതാണ്. സീനു വന്നിട്ടില്ല. ഞാൻ ഷാമാണ് കേട്ടോ പോകുന്നത്. അപ്പം ഞങ്ങൾ ട്രെയിനൊക്കെ കയറി. പിന്നെ കുറച്ച് റീൽസൊക്കെ എടുത്തു കേട്ടോ ട്രെയിനിൽ നിന്ന്. പിന്നെ സിനാനിക്ക് അത്ര വലിയ ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് കല്യാണത്തിന് വരുന്നതും ഇഷ്ടമല്ല. ഇപ്പോൾ കുറേ ആയി മംഗലാപുരത്തേക്ക് തന്നെ വന്നിട്ട്. അപ്പോൾ ഇവരൊക്കെ ചോദിക്കും വീട്ടിൽ, അവരൊക്കെ എല്ലാം മൂത്ത മോനെടുത്തു മറ്റവനെന്താ വരാത്തതെന്നൊക്കെ ചോദിക്കും. പക്ഷെ അവനങ്ങനെ വരുത്തില്ല, നേരത്തെ കുറവാണ്. എനിക്ക് ഫ്രണ്ടിൻ്റെ കല്യാണം ഉണ്ട് എന്ന് പറഞ്ഞു, 2 കല്യാണമുണ്ട്. അപ്പോൾ കല്യാണത്തിന് പോകണം, അതുകൊണ്ട് ഞാൻ അടുത്തേക്ക് വരുന്നില്ല പറഞ്ഞു. ഇപ്പോൾ മംഗലാപുരം എത്തി. മംഗലാപുരം ഏട്ടൻ്റെ മോളെ വീട്ടിലേക്ക് പോകണം. അപ്പോൾ അവൾ വന്നിട്ടുണ്ടായിരുന്നു. അവൾ വന്ന വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളെ മക്കളെ ഡ്രസ്സ് ബാക്കി ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ വീട്ടിൽ വെച്ച് മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് കല്യാണത്തിന് വന്നതാണ് ഞങ്ങൾ. അപ്പോൾ അവിടെ അവൾക്ക് പോയി അവൾക്ക് കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവൾക്ക് അതും കൊണ്ട് കൊടുക്കണം. പിന്നെ ഒരു കല്യാണത്തിന് കൂടാനുണ്ട് കേട്ടോ. അപ്പോൾ അതിനൂടെ ആയിട്ടാണ് ഞങ്ങൾ വന്നത്. പിന്നെ മംഗലാപുരം പോയിട്ട് നമുക്ക് 2-3 സാധനമൊക്കെ മേടിക്കണം എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ നമുക്ക് മേടിക്കാൻ പറ്റിയിട്ടില്ല, ടൈമില്ല, ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ അവൾ വീട്ടിൽ പോയപ്പോൾ ഇറങ്ങണം എന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെ ഇറങ്ങാൻ പറ്റിയിട്ടില്ല. നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ഓട്ടോക്കാണ് കേട്ടോ അപ്പോൾ അവളെ വീട്ടിലേക്ക് പോകുന്നത്. പക്ഷെ ആ പറഞ്ഞ സൈഡിൽ കൂടെ കുറച്ച് നടക്കിയ കൊണ്ട് നടന്ന് അവളെ വീട്ടിലെത്തി. പക്ഷേ ശ്യാം ഒറ്റയ്ക്കൊക്കെ ആണെങ്കിൽ നടന്നിട്ട് പോകും. ഞങ്ങൾ ഓട്ടോക്ക് തന്നെ പോയി കേട്ടോ. പിന്നെ ഓട്ടോഷൊക്കെ കയറിയ ശ്യാമിൻ്റെ നാട്ടിലെത്തിയാൽ ഓരോരാളെ പരിചയപ്പെടാനും ഓരോ സ്ഥലത്ത് പോയ കാര്യങ്ങളും പണ്ട് കളിച്ചതും പോയതും വന്നതൊക്കെ ഇങ്ങനെ പറയാനുണ്ടാവും കേട്ടോ ശ്യാമിന്. അങ്ങനെയല്ല ശ്യാമ് വരുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ശ്യാമിന് പണ്ട് ചെയ്തതൊക്കെയാണ് കേട്ടോ ഞങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നിഷാദ് പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം പോകുമ്പോൾ ഞങ്ങൾക്ക് പറഞ്ഞതിനിപ്പോൾ ഇത് മതി പറയല്ലേ എന്നൊക്കെ നിഷാദ് ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അവളെ വീട്ടിലെത്തിയ ശേഷം പിന്നെ ജ്യൂസൊക്കെ കുടിച്ചു. പിന്നെ നാസ്ത ചായ ഇവിടുന്നാണ് കേട്ടോ കുടിക്കുന്നത്. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ കയറുമ്പോൾ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ട്രെയിൻ കയറുന്നതിന് മുന്നേ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടിലെത്തിയ ശേഷമാണ് കേട്ടോ ചായ കുടിക്കുന്നത്. പിന്നെ ചായ കുടിയൊക്കെ കഴിഞ്ഞു. പിന്നെ വലുതായിട്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ മോള് സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു. അവർക്ക് ശനിയാഴ്ച സ്കൂളുണ്ട്. ശനിയാഴ്ച എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ശനിയാഴ്ചയും കൂടി അവർക്ക് സ്കൂളുണ്ട്. അങ്ങനെ മോള് സ്കൂളിൽ പോയിട്ടുണ്ട്. ഇതാണ് കേട്ടോ റെയിൽവേ സ്റ്റേഷൻ. നിങ്ങൾക്ക് കാണുന്നുണ്ടെന്നറിയില്ല, ഞാൻ കുറച്ച് സൂമാക്കിയിട്ട് കാണിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കി, ചിക്കൻ ബിരിയാണി. അപ്പം ഫുഡൊക്കെ കഴിച്ച ശേഷം പിന്നെ നമ്മൾ അന്നേരം തന്നെ ഇറങ്ങുകയാണ് കേട്ടോ. നമുക്ക് വൈകുന്നേരം 5 മണിക്കാണ് കല്യാണം ആലിക്കാട് റിസോർട്ടിലാണ് കേട്ടോ കല്യാണം ഉള്ളത്. അപ്പം ഞങ്ങൾ ഇറങ്ങുമ്പോൾ മോന് ഞങ്ങളുടെ കൂടെ കരി എന്നിട്ടോ ഞങ്ങളും പോകുന്നെന്ന് പറഞ്ഞിട്ട് നമ്മൾ പോകുമ്പോഴത്തേക്കും അവളെ ഭർത്താവ് വന്നിട്ടുണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ അവർ ഭർത്താവിനെ കാത്തിക്കാൻ ടൈമും ഇല്ല. ഞങ്ങൾക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങുമ്പോഴത്തേക്കും അവളെ ഭർത്താവ് വന്നു. അപ്പോൾ അവളോട് സംസാരിച്ചിരുന്ന് നമ്മൾ ഇവിടുന്ന് ഓട്ടോക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ട്രെയിനുണ്ട് 2 മണിക്ക്, 2:15 ട്രെയിനുണ്ട്. അതിനൊക്കെ പോകണമെന്നുണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇറങ്ങുകയാണ്. ഞങ്ങൾ നേരെ വന്നത് ഇനി കുമ്പളിയിലേക്കാണ് കേട്ടോ ട്രെയിനിന് വരുന്നത്. ട്രെയിൻ ഇറങ്ങിയിട്ട് പോകുമ്പം ഓട്ടോക്ക് പോകുമ്പോൾ കുറച്ചും കൂടി അടുത്താണ്. പക്ഷെ തിരിച്ച് വരുമ്പോൾ ചുറ്റിയിട്ട് പോകണം. അപ്പം നമ്മൾ പിന്നെ പോകുന്ന സമയത്ത് കണ്ട കാഴ്ചകളൊക്കെയാണ് കേട്ടോ ഇത്. സൈഡിൽ എന്തൊക്കെയോ സാധനങ്ങൾ വിൽക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കാണുന്നതാണ് കേട്ടോ ഡ്രസ്സ്. ഒരുപാട് ഡ്രസ്സുണ്ട്. പിന്നെ അതുപോലെ തന്നെ മീൻ മാർക്കറ്റും ബസ് സ്റ്റാൻഡൊക്കെ അടുത്തടുത്താണ് കേട്ടോ. ഇത് കഴിഞ്ഞ ശേഷമാണ് കേട്ടോ ഈ ഡ്രസ്സ് വിൽക്കുന്നത് കാണുന്നത്. അപ്പോൾ സ്പീഡായതുകൊണ്ട് ഈ ഓട്ടോക്ക് പോകുന്നതുകൊണ്ടൊക്കെ കൂടുതലായതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. നമ്മൾ ഈ വീട്ടിൽ നിന്നൊക്കെ കൊടുക്കുന്ന ഡ്രസ്സില്ലേ, വീട്ടിലൊക്കെ വാങ്ങാൻ വരുന്ന ഡ്രസ്സുകൾ ഉണക്കി എടുത്തതിന് ശേഷം ഇവർ ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുകയാണ് കേട്ടോ. ഇവിടുന്ന് മുതൽ സ്റ്റാർട്ടാണ്. ഒരുപാടുണ്ട്. ഇങ്ങനെ വലുതായിട്ട് ഞാൻ ഓട്ടോക്ക് പോകുന്ന സമയത്ത് ചെറുതായിട്ട് ഇങ്ങനെ വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഈ ഓട്ടോക്കാരനെ നമ്മളോട് അങ്ങനെയാണ് പറഞ്ഞത് കേട്ടോ. ഇതിപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ തോന്നുന്നുണ്ട് അങ്ങനെ കഴുകിയിട്ട് കഴുകി ഉണക്കിയിട്ട് കൊണ്ടുവരുന്നതാണെന്ന്. ഇങ്ങനെ ചാക്കിലൊക്കെ പിന്നെ അതുപോലെ തുണിയിലൊക്കെ കെട്ടി വെച്ചിട്ടാണ് അവർ വിൽക്കുകയും ചെയ്യുന്നത് കേട്ടോ. അവിടെ ഡ്രസ്സ് ഇങ്ങനെ കൊളുത്തി വെച്ചതല്ലാണ്ട് തുണിക്കകത്ത് കെട്ടി വെച്ചിട്ടും ഉണ്ട്. അങ്ങനെ ഒരുപാടുണ്ട്. ഒരു തല മുതൽ ഇപ്പുറത്തെ തല വരെ അങ്ങനെ തന്നെ ഉണ്ട്. വീട്ടിൽ ഇങ്ങനെ മേടിക്കുന്നവർ ശ്രദ്ധിക്കുക. ഇതുപോലെ റോഡ് സൈഡിൽ നിന്നൊക്കെ മേടിക്കുന്ന സമയത്ത്
ഇങ്ങനത്തെ ഡ്രസ്സായിരിക്കുമല്ലോ അങ്ങനെ കിട്ടൽ, അല്ല അങ്ങനെ കൊണ്ടുവെക്കുന്നത് അങ്ങനത്തെ ആണെന്ന് എല്ലാവരും നോക്കുക. പിന്നെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി കേട്ടോ. റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ തന്നെ നമുക്ക് ട്രെയിൻ കണ്ടു. പക്ഷേ ഈ ട്രെയിനിൽ നമുക്ക് കുമ്പളം നിർത്തൂല. അപ്പോൾ അനിയത്തിൻ്റെ വീട്ടിലേക്ക് കുമ്പളിയിലേക്കാണ് കേട്ടോ പോകുന്നത്. അവിടുന്ന് അനിയത്തിനൊക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ കല്യാണത്തിന് പോകേണ്ടത്. അപ്പം ഞങ്ങൾക്ക് ട്രെയിൻ കിട്ടുന്നത് കുറച്ചും കൂടി അപ്പുറത്ത് 4ാമത്തെ കമ്പാർട്ട്മെൻറ്റിൽ പോയിട്ടാണ് കേട്ടോ ട്രെയിൻ കയറേണ്ടത്. ആ ട്രെയിന് ലോക്കൽ ട്രെയിനാണ്, അത് കുമ്പളം നിർത്തും. അതുകൊണ്ട് ഇതിലേക്കൊന്ന് ഷ്യാമും നിഷാദ് മുന്നേ നടന്ന് ഒരുപാട് മുന്നിലായിട്ടുള്ളത്. എനിക്കതുപോലെ നടക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവർ ഫസ്റ്റ് ഇങ്ങനെ നടന്നിട്ട് എന്നോട് വേമ്പാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ പോയി കയറിയിട്ട് സീറ്റിലവിടെ സാധനമൊക്കെ വെച്ചതിന് ശേഷം നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് എന്നെ എവിടെയാണ് കയറിയെന്ന് എനിക്ക് കയറാൻ വേണ്ടിയിട്ട് നിങ്ങൾ പുറത്തിറങ്ങി നിന്നാൽ മതി, എന്നാലും എനിക്ക് മനസ്സിലാവുമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ സീറ്റിൽ വെച്ച് എനിക്ക് അങ്ങനെ കണ്ടു. ഞങ്ങൾ ട്രെയിൻ കയറിയിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടില്ല കേട്ടോ. അപ്പോൾ തന്നെ ട്രെയിൻ വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ വീഡിയോ എടുക്കലാണ്ടല്ലോ എൻ്റെ പണി തന്നെ തന്നെയല്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് വീഡിയോസ് ഫോട്ടോസൊക്കെ ട്രെയിനിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെടുത്തിരുന്ന ഒരു കുട്ടിയാണ് കേട്ടോ. അവർ അമ്മമ്മയും എല്ലാം ഉണ്ട് മോളെ. അപ്പോൾ അവളിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇവിടെ കാണുമ്പോൾ എനിക്ക് റെൻസമോളൊക്കെയാണ് തോന്നുന്നത്. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തൊക്കെയോ ചോദിക്കും, നമ്മളോടൊക്കെ വരുന്നതെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞങ്ങളോട് വരുന്നില്ല ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിഷാദ് ഇങ്ങനെ തൊട്ടുകൊണ്ടിരിക്കുന്നത്. നിഷാദിന് ഇങ്ങനെ ചെറിയ മക്കളൊക്കെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവൾ തൊടുമ്പോൾ അവൾ അച്ഛനോട് പറഞ്ഞു കൊടുക്കും, അമ്മേനോട് പറഞ്ഞു കൊടുക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവൾ നമ്മളോട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഞങ്ങളിവിടെ വരുമൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ അംഗൻവാടി പോകുന്നുണ്ട്, പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു. അംഗൻവാടി പോകാറുണ്ട് എന്നൊക്കെ പറഞ്ഞു. പിന്നെ നിഷ തൊടുമ്പോൾ കേട്ടോളം അങ്ങനെ കളിക്കുന്നത് അവൾക്കൊന്നും അത് ഇഷ്ടമാകുന്നില്ല. ലാസ്റ്റ് ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങളുടെ താറ്റയൊക്കെ പറഞ്ഞു. പിന്നെ അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയിട്ട് ഞങ്ങൾ കുമ്പളയിലാണ് കേട്ടോ ഇറങ്ങിയത്. ഞങ്ങൾ മംഗലാപുരത്ത് നിന്ന് വരുമ്പോൾ ഇതുവരെ ട്രെയിൻ വന്നിട്ടില്ല. ഞങ്ങളധികം ബസ്സിൽ തന്നെ ഏറ്റവും വരുത്ത്. ഞാൻ ഇന്ന് പറഞ്ഞു ട്രെയിനിന് പോവാം, ബസ്സിന് പോകണ്ട പറഞ്ഞിട്ട് അങ്ങനെ ട്രെയിന് വന്നതാണ് കേട്ടോ. ഇല്ലെങ്കിൽ ഞങ്ങൾ അനിയത്തിൻ്റെ വീട്ടിൽ വരാണ്ട് വീട്ടിലേക്ക് പോകാറില്ല. വരുമ്പം എന്നാലും ബസ്സിനെ വരുത്ത്. എല്ലാ സമയം ട്രെയിൻ കിട്ടൂലല്ലോ. നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ട്രെയിൻ ഉണ്ടാവില്ല. അപ്പോൾ ഈ സമയത്ത് ഇന്ന് ഇറങ്ങിയ സമയത്ത് ട്രെയിൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ട്രെയിൻ തന്നെ പോകാം. അങ്ങനെ ഞങ്ങൾ അനിയത്തിൻ്റെ വീട്ടിലെത്തി കേട്ടോ. പിന്നെ ഒരു 4 മണിയാകുമ്പോൾ ഞങ്ങൾ അനിയത്തിൻ്റെ വീട്ടിലെത്തി. 5-5:30 ആകുമ്പോൾ കല്യാണ വീട്ടിലേക്ക് പോവും. 5 മണി 5:30 ആകുമ്പോഴാണ് കേട്ടോ ഫംഗ്ഷൻ തുടങ്ങുന്നത്. ഇതാണ് കേട്ടോ അനിയത്തിൻ്റെ വീട്. അപ്പോൾ മക്കൾ ഞങ്ങൾ വരുന്നത് പറഞ്ഞപ്പോൾ മക്കളൊക്കെ ഓടി വന്നത് കേട്ടോ. മക്കൾക്ക് ഐസ്ക്രീമൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു, ചോക്കോബാറൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊടുത്തു. മക്കൾക്ക് നല്ല സന്തോഷമായി കേട്ടോ. മക്കൾക്ക് ഇങ്ങനെ കിട്ടും, ഇതുപോലെ ചോക്ലേറ്റൊക്കെ കിട്ടുമ്പോൾ നല്ല ഇഷ്ടമാവും മക്കൾക്ക്. അപ്പോൾ ഐസ്ക്രീം കിട്ടിയോണ്ട് അവർക്ക് മുത്തൊക്കെ തന്നു കേട്ടോ. 2 പേരും കൊണ്ട് മുത്തം തന്നു. ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് കൂടി ചെയ്യട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.